ഓട്ടുകള്ളൻ, വർഗീയവാദി, മാടമ്പി, തമ്പ്രാൻ, പ്രഭു എല്ലാ വിശേഷണങ്ങളും സുരേഷ് ഗോപിക്കുണ്ട്. പക്ഷേ ഇതിലെന്നും തളരാതെ സുരേഷ് ഗോപി തൻ്റെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഇന്നലെയും ഒരു 9 വയസ്സുകാരി അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അപൂർവ രോഗത്തിനിരയായ കൊല്ലത്തൊരു പെൺകുട്ടി. അതെ, തീർച്ചയായിട്ടും നമ്മളെ കണ്ണീരണിയിക്കുന്ന മനസ്സലിയിപ്പിക്കുന്ന ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്. മതവും ജാതിയും ഒക്കെ മാറി കൊല്ലത്ത് തന്നെ പ്രവർത്തിച്ചിരുന്ന ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ള ആ സനാതന ധർമ്മസൂക്തം തന്നെയാണ് അതിൻ്റെ പ്രസക്തി നമ്മളെ വിളിച്ചോതുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, തൃശ്ശൂരിൽ അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തക, തൻ്റെ കൊച്ചുമകളാകാൻ മാത്രം പ്രായമുള്ള ഒരു മാധ്യമപ്രവർത്തക അവരെ ദേഹത്തൊന്ന് തൊട്ടിപ്പോയി എന്നുള്ളതിൻ്റെ പേരിൽ അവർക്കൊരു പരാതിയുമില്ലായിരുന്നു. അവർ സന്തോഷിച്ചും ചിരിച്ചും കൊണ്ട് പ്രതികരിച്ചു പോയത് അവരുടെ എഡിറ്റോറിയൽ ഓഫീസിൽ കൊണ്ടുപോയിട്ട് സ്വർണം ചെമ്പാക്കുന്നത് പോലെ അതിൻ്റെ ആൽക്കമി മുഴുവൻ മാറ്റിക്കൊണ്ട് അത് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു സ്ത്രീ പീഡന പരാതിയായിട്ട് ചമച്ച മീഡിയ വൺ ഓഫീസ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്ത ഒരു ഗൂഢാലോചന. അദ്ദേഹം ഹിന്ദുവായി പോയി എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത പീഡന കേസ് ചമച്ച ഒരു മാധ്യമം ചെയ്ത ധർമ്മം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ എന്നിട്ടും ആ മതം പ്രതിനിധാനം ചെയ്യുന്ന, ആ പത്രം പ്രതിനിധാനം ചെയ്യുന്ന മതത്തോട് യാതൊരു പ്രതികാര ബുദ്ധിയുമില്ലാതെ സബ്കെ സാത്ത് എന്ന നരേന്ദ്രമോദിയുടെ പ്രമാണം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരു പറഞ്ഞ ഒരു മതം, ഒരു ജാതി, ഒരു ദൈവം, മനുഷ്യനെന്നുള്ള സൂക്തത്തെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ആത്മാവായി സ്വീകരിച്ചുകൊണ്ട് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മനുഷ്യ കാരുണ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മദർ തെരേസ നടത്തുന്നത് പോലെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹം ഇതെല്ലാം ചെയ്തത് ഞാനാണ് എന്നുള്ളൊരു അഹന്തയില്ലാതെ തന്നെ ഇത് ചെയ്തു കൊണ്ടുപോകുന്നു. അതും സനാതനധർമ്മത്തിൻ്റെ കാതൽ തന്നെയാണ്. ഇതം നമാമി ഇത് തന്നെയാണ് സനാതനധർമ്മത്തിൻ്റെ കാതൽ. അതായത് ഈ ഞാനല്ല, ഇതൊന്നും എൻ്റെ നേട്ടമല്ല എന്നുള്ള ആ വിനയം, ഞാനിത് ചെയ്തു അതുകൊണ്ട് എനിക്ക് നൊബേൽ സമ്മാനമെന്ന് വേണം എന്ന് വീണ്ടും ആജ്ഞാപിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് ഇതെത്ര വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമാണ്. ഇതിനൊന്നും ഒരു അവകാശവാദവുമില്ല. ഇതം നമാമി, എൻ്റെയൽ ഈ കൊമ്പനാനകൾ എന്ന അക്കിത്തം പാടിയതുപോലെ തന്നെ ഇതൊന്നും എൻ്റേതല്ല, ഞാനൊരു കർത്തൃബോധത്തോടെ അല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അത് തന്നെയാണ് സനാതനധർമ്മം. അതുപോലെയാണ് അദ്ദേഹം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. കേന്ദ്രമന്ത്രിയായിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ആ ലാളിത്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെ വളരെ വളരെ സന്തോഷിപ്പിക്കുകയും കണ്ണീരണിയിപ്പിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തോട് ആദരവുള്ളവരാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഈ ആദരവ് ഒരു ഫാൽക്കെ അവാർഡിൽ കൂടെയും കിട്ടാത്ത ഒരു തരം ആദരവാണ്. മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു വലിയ അമൂർത്തമായിട്ടുള്ള ഒന്നാണത്. നമുക്ക് പറഞ്ഞറിയിക്കാനാവുകയില്ല. ഹൃദയം ദേവാലയം എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഒരു ദേവാലയമായി തീരുന്ന നിമിഷമാണ് ഇങ്ങനെയുള്ള മനുഷ്യകാരുണ്യ പ്രവർത്തനം. ഇവിടെ ഇത് സംഭവിച്ചിരിക്കുന്നത് നിഹാന എന്ന് പറയുന്ന 9 വയസ്സുള്ള പെൺകുട്ടി. അവൾ ഇരുളിൻ്റെ ലോകത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. കാര്യം എന്താണ്? അവളുടെ കണ്ണിൻ്റെ കോർണിയ അത് വെച്ചാണ് നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നത്. കോർണിയ പ്രവർത്തനക്ഷമമല്ലായിരുന്നു. അവൾക്ക് അവളുടെ അച്ഛനെ കാണാൻ പറ്റില്ല, അമ്മയെ കാണാൻ പറ്റില്ല, സഹോദരങ്ങളെ കാണാൻ പറ്റില്ല, ലോകത്തെ തന്നെ കാണാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ അപൂർവമായിട്ടുള്ളൊരു രോഗമാണിത്. അപ്പോൾ അപൂർവമായിട്ടുള്ള ചികിത്സ തന്നെ വേണം. ചികിത്സ കൊടുക്കാൻ എറണാകുളത്തുള്ള ഗിരിധർ ഹോസ്പിറ്റൽ, അത് കണ്ണിൻ്റെ ചികിത്സയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആശുപത്രിയാണ് തൽക്കാലം കേരളത്തിൽ. അവിടെ കൊടുക്കാൻ പണമില്ല. സുരേഷ് ഗോപി ഏതോ ഒരു ചാനലല്ല, റിപ്പോർട്ടർ ചാനലിൽ തന്നെ വന്ന ഈ വാർത്ത, അതാണ് റിപ്പോർട്ടർ അവിടെ ഒരു വലിയ മാലാഖയായിട്ട് മാറുന്നതിൻ്റെ ഉദാഹരണം. നല്ല കാര്യങ്ങൾ, രാഷ്ട്രീയ കോളിളക്കങ്ങളും വാദങ്ങൾക്കും അപ്പുറം ആ കുട്ടിക്ക് വെളിച്ചത്തിൻ്റെ ലോകം സമ്മാനിക്കാൻ അവർ നിമിത്തമായി, കാരണഭൂതരായി. ആ വാർത്ത കണ്ട സുരേഷ് ഗോപി പെട്ടെന്ന് ഇടപെടുകയും ആ കുട്ടിക്ക് ചികിത്സയ്ക്ക് വേണ്ടുന്ന ധനം സ്വന്തം കയ്യിൽ നിന്ന്
അഴിമതി നടത്തി 5 പൈസ പോലും അദ്ദേഹം വാങ്ങിച്ചു എന്ന് ഇതുവരെ ആരോപണം ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയമായിട്ട് പോലും ആരോപണം ഉണ്ടായിട്ടില്ല. അദ്ദേഹം സ്വന്തം പണം അത് തന്നെ കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ പണം മുഴുവൻ, സമ്പാദിച്ച പണം മുഴുവൻ മറ്റുള്ളവർക്ക് കഞ്ഞിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം സമ്പാദനത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്ന മഹാനടന്മാർക്കാണ് വാസ്തവത്തിൽ അതുകൂടി ഒരു ഊന്നൽ വേണം. അങ്ങനെ നടക്കുന്ന പണമെല്ലാം കൂടെ സമ്പാദിച്ച് കൊണ്ടുപോയി നമ്മുടെ പിന്നെ ജഡ്ജി ചെയ്തതുപോലെ ചാക്കിനകത്ത് കെട്ടി വീട്ടിൽ വെക്കുന്ന ആൾക്കാർക്കല്ല ഈ ഫാൽക്കെ അവാർഡ് കൊടുക്കേണ്ടതെന്ന് എൻ്റെ വിശ്വാസമാണിത്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് അർഹിക്കുന്ന അവാർഡുകൾ, ഇവർക്ക് നൊബേൽ സമ്മാനം തരണം, എനിക്ക് തരണമെന്നും പറഞ്ഞ് സുരേഷ് ഗോപി നടക്കാറില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേരിലുള്ള അവാർഡും ചോദിച്ചുകൊണ്ട് നടക്കാറില്ല. പക്ഷേ അവർക്കൊരു പരിഗണന കൊടുക്കണം. എത്ര പേരുടെ ജീവിതത്തിലേക്കാണ് വെളിച്ചം വിതറുന്നത്. അല്ല, സിനിമ കാണുന്നതിൻ്റെ ആനന്ദമല്ല ഇദ്ദേഹം കൊടുക്കുന്നത്, അതിൻ്റെ ലഹരിയല്ല ഇദ്ദേഹം കൊടുക്കുന്നത്. ചുറ്റിക്കളിക്കൽ ഡാൻസ് കാണുന്നതിൻ്റെ നമ്മുടെ ഒരു മനസ്സിൻ്റെ ചില വികാരങ്ങളുടെ സംതൃപ്തി, അധമ വികാരങ്ങളുടെ വരെ സംതൃപ്തി ഉണ്ടല്ലോ, അതൊന്നുമല്ല കൊടുക്കുന്നത്. കണ്ണിൻ്റെ വെളിച്ചം, മതം നോക്കാതെ. നിഹാന എന്നാണ് പെൺകുട്ടി. ആ പെൺകുട്ടി ഒരു മുസ്ലിം കുടുംബത്തിലെ, ആ മുസ്ലിം കുടുംബത്തിലാണല്ലോ. അവരെന്നെ ചതിച്ചതല്ലേ, എന്നെ സംഘിയെന്നും മാടമ്പി എന്നും ഒക്കെ വിളിച്ചതല്ലേ, വർഗീയ വെറിയുള്ളവനെന്നും മതേതര വിരുദ്ധനെന്നും ഒക്കെ പറഞ്ഞതല്ലേ, ആക്ഷേപിക്കുകയും എന്നെ വോട്ട് ചെയ്യാതെ തോൽപ്പിക്കുകയും ചെയ്യാൻ പരമാവധി ശ്രമിച്ചതല്ലേ, എൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ ഗൂഢാലോചന നടത്തി ഇല്ലാതാക്കാൻ ശ്രമിച്ചവരല്ലേ എന്നുള്ള വിചാരം ഉണ്ടാവില്ല. അതാണ് സനാതനധർമ്മം, അതാണ് സനാതന സംസ്കാരം. എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ളത്. മറ്റു മതങ്ങളും നമ്മുടെ മതത്തിന് തുല്യമാണ്. മറ്റു മതങ്ങളെല്ലാം അസത്യം, എൻ്റേത് മാത്രം ശരി. മറ്റു മതത്തിലൊരാളിനെ അവനെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ പോകാം. അങ്ങനെയുള്ള വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒന്നുമില്ലാത്ത ഒരു സംസ്കാരത്തിൻ്റെ പ്രതിനിധിയായിട്ട് തന്നെ നിന്നുകൊണ്ട് ഈ സഹായം അവിടെ ചെയ്തു. ആ സഹായം ചെയ്തപ്പോൾ അതിൻ്റെ അമ്മയ്ക്ക് ആ സുരേഷ് ഗോപിയോടുണ്ടായ ബഹുമാനം, അത് ആ വാക്കുകളിലൂടെ തന്നെ കേൾക്കണം. എൻ്റെ മോളെ കാണാൻ ഒരിക്കൽ ഇങ്ങോട്ട് വരുമോ എന്ന് ആ അമ്മ നേരിട്ട് ചോദിക്കുകയാണ് കേന്ദ്രമന്ത്രി. ഒരു ബഹുമാനം ആവശ്യമില്ല അവിടെ, ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ആ സംഭാഷണത്തിലൂടെ ഒരിക്കൽ എൻ്റെ മോളെ വരൂ. അതിന് സുരേഷ് ഗോപി കൊടുക്കുന്ന മറുപടിയാണ്. തീർച്ചയായും വരും. നിഹാനയുടെ കുഞ്ഞു നിഹാന, 9 വയസ്സേ ഉള്ള ആ കുട്ടിക്ക്, കുഞ്ഞു നിഹാനയുടെ കണ്ണുകൾ ഈ ലോകം കാണാൻ പ്രാപ്തമാകുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. കേന്ദ്രമന്ത്രിയാണ്, എൻ്റെ എല്ലാ തിരക്കുകൾ MP-യും കൂടിയാണ്, മാറ്റിവെച്ച് ഞാൻ വരും. കലുങ്ക് യോഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. അല്ലാതെ ഇന്നോവ കാറിൽ കയറിക്കൊണ്ട് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ സന്ദർശനം നടത്തുകയല്ല. വിദേശ രാജ്യങ്ങൾ കൊളംബിയയിലൊക്കെ പോയി അവിടുത്തെ ബൈക്കുകൾ കണ്ടിട്ട് അതിൻ്റെ സെൽഫി എടുത്ത് അയക്കുകയല്ല ഈ മനുഷ്യൻ ചെയ്യുന്നത്. അതെ, രഹസ്യമായിട്ടും അതെ, സുഖവാസ കേന്ദ്രത്തിൽ പില്യൻ റൈഡറായിട്ട് ആരെയോ ഒക്കെ വെച്ചുകൊണ്ട് പോകുന്ന ജീവിതമല്ല നയിക്കുന്നത്. തീർച്ചയായിട്ടും ഇദ്ദേഹം ഫാൽക്കെ അവാർഡ് അല്ലെങ്കിലും അതിന് സമാനമായ ബഹുമാനിച്ചു പോകും നമ്മൾ. അല്ല, ഇത്തരക്കാർ വോട്ട് നേടുമ്പോൾ പറയും വോട്ട് ചോരി എന്ന് പറയും. മോഹൻലാല് ഒരു പരസ്യത്തിൽ പറയുന്നുണ്ടത്, കൊതിച്ചു പോകും എന്ന് പറയുന്നത് നമ്മൾ ആദരിച്ചു പോകും മനസ്സുകൊണ്ട്. ഫാൽക്കെ അവാർഡൊന്നും അല്ലാതെങ്കിലും നമ്മൾ ആദരിച്ചു പോകുന്നു. സുരേഷ് ഗോപിയുടെ ഈ ഒരു കാര്യത്തിന്, ജീവകാരുണ്യ പ്രവർത്തനത്തിന്, മത അതീതമായിട്ടുള്ള ഈ കാരുണ്യത്തിന് തീർച്ചയായിട്ടും ഞാനെന്ന വ്യക്തിയുടെ ആദരം കൂടിയോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.